ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇലയടയാണ്. ഇലയട അല്ലെങ്കിൽ ചക്കാട എന്നും പറയും. അമ്മയാണിത് ഉണ്ടാക്കുന്നത്. ചക്കാടയ്ക്ക് ആവശ്യമായിട്ട് നമ്മൾ ചക്ക എടുത്ത് പൊളിച്ച് വെച്ചിട്ടുണ്ട്. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു പാത്രത്തിൽ ശർക്കര, ജീരകം, ഏലക്ക എന്നിവ അടപ്പത്ത് വെച്ചിട്ട് അതൊന്നിങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഒരു അരമണിക്കൂറോളം നമ്മൾ അതുപോലെ ആക്കിയെടുക്കണം. ഞങ്ങളിപ്പോൾ അരമണിക്കൂർ കൂടുതൽ നേരം അങ്ങനെ വെച്ചിട്ട് ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടോ ഇങ്ങനെ വിളയിച്ച ഒരു പാകത്തിൽ കിട്ടും. ഇനി അതിനുണ്ടാക്കാനായിട്ട് തേങ്ങയും കൂടി വേണം. എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ ആ വിളയിച്ച് വെച്ച ചക്കയുടെ ആ ഒരു കൂട്ടെടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. മധുരം കുറച്ചുകൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അധികം ഇട്ട് കൊടുക്കാം. അതിലേക്ക് ചിരകി വെച്ച തേങ്ങയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈ വെച്ച് തന്നെ കുഴച്ചുണ്ടാക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അതിലേക്ക് ഇനി നമ്മൾ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. മധുരം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളതിലേക്ക്. നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് എല്ലാം കൂടി മിക്സായിട്ട് നല്ല രീതിക്ക് വെക്കുക. ഇനി നമ്മൾ അതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. ഗോതമ്പ് പൊടി നല്ല രീതിക്ക് നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക. കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യണം. നല്ല രീതിക്ക് ആവശ്യത്തിന് കുറേശ്ശെ പൊടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് അല്ലെന്നുണ്ടെങ്കിൽ എത്ര എണ്ണം ഉണ്ടാക്കണം എന്നുള്ള എണ്ണം അനുസരിച്ച് നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും ചക്ക വിളയിച്ചതും അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ചപ്പാത്തിക്കൊക്കെ പരത്തി വയ്ക്കുന്ന ആ ഒരു ഭാഗത്തിലാക്കണം. കുഴച്ച് വയ്ക്കുന്ന ആ ഒരു ഭാഗത്തിൽ ഇനി ഒരു കുറച്ച് നേരം നമ്മൾ ഇതുപോലെ വെക്കുകയാണ്. ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് വാഴല വെട്ടിയെടുക്കുന്നത്. ഞങ്ങളുടെ വാഴലയൊക്കെ വെട്ടി നല്ല കഴുകി വൃത്തിയാക്കി കൊണ്ടിട്ടുണ്ട്. ചെറിയ പീസാക്കി എടുത്തിട്ട് ചപ്പാത്തിക്കൊക്കെ നമ്മൾ ഉരുളകളാക്കുന്നത് പോലെ തന്നെ ഓരോ ബോൾസ് ആക്കിയിട്ട് നമ്മൾ അതിനകത്ത് വെച്ചിട്ട് പരത്തണം. ഒരു സ്ക്വയർ ഷേപ്പിലൊക്കെ പോലെ പരത്തിയെടുക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. എന്നിട്ട് വേണം ഇല വെച്ച് നമുക്ക് ഇങ്ങനെ അടയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് പോലെ ഇങ്ങനെ അടയ്ക്കണം. കണ്ടോ, എല്ലാം അതുപോലെ പരത്തിയെടുത്ത ശേഷം ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിനകത്ത് കൊള്ളാവുന്ന അത്രയും രീതിയിൽ വെക്കാവുന്നതാണ്. ഞങ്ങളുടെ ഇപ്പോൾ 3 എണ്ണമാണ് കൊണ്ടത്. അപ്പോൾ അതുപോലെ വെച്ച് കൊടുത്തു. എന്നിട്ട് അടച്ചു വയ്ക്കാം. കുറച്ച് സമയം നമ്മളത് വേവിക്കണം. വേവിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല രീതിക്ക് ആവിയൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ലോണം വെന്ത് തുടങ്ങിയിട്ടുണ്ടെന്നാണ് അർത്ഥം. അതിനുശേഷം നമുക്ക് കുറച്ച് നേരം കൂടി ഒന്നും കൂടി അടച്ചു വെച്ച് വേവിക്കാം. വേവിച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. ഇപ്പം ഞങ്ങളുടെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട്. എല്ലാം ഇങ്ങനെ പൊളിച്ച് മാറ്റുമ്പോഴത്തേക്കും നല്ല രീതിക്ക് വെന്ത് നല്ല മണം വരുന്നുണ്ട്. ചക്കാടയുടെ നല്ല സ്വാദിഷ്ടവും അടിപൊളിയായിട്ടുള്ള ചക്കാട ഈ വീഡിയോ റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ, സബ്സ്ക്രൈബ്.